Hello friends, Sub Engineer PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നുള്ള ടോപ്പിക്കാണ്. ഈ ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള മത്സര പരീക്ഷകളിലും നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. കുറേയേറെ ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയുമാണ്. ഇപ്പൊ കഴിഞ്ഞ സബ് എഞ്ചിനീയർ എക്സാമിൽ തന്നെ ഏകദേശം ഒരു 4 മുതൽ 6 വരെ ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഏതൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സാം ആണെങ്കിലും, അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആണെങ്കിലും, ഇലക്ട്രീഷ്യന്റെ എഞ്ചിനീയറിംഗിന്റെ എക്സാം ആണെങ്കിലും, എന്ത് ടൈപ്പ് ഓഫ് എക്സാംസ് ആണെങ്കിലും, ഡിപ്ലോമ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഈ ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷനിൽ നിന്നും ഏത് വിഭാഗത്തിലാണ് നോർമലി ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ നമുക്ക് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് എസിയിലും ഡിസിയിലും വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ആ ഇൻസ്ട്രുമെന്റ്സ് എവിടേക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്, എസിയിൽ വർക്ക് ചെയ്യൂ, ഡിസിയിൽ വർക്ക് ചെയ്യൂ, എസിയിൽ മാത്രം ഉണ്ടോ, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ളത് ഏതാണ്, ഇങ്ങനെ തുടങ്ങി കുറെ തിയറി ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ സെഷനിൽ നമുക്ക് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിന്റെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി എവിടെയാണ് വരുന്നത്? നിങ്ങൾക്ക് എപ്പോഴും അറിയാം, എന്നും നിങ്ങളോട് ചോദിക്കുന്നതാണ്. നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ 2 ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് മെയിൻ ആയിട്ട് വോൾട്ട് മീറ്ററും അമീറ്ററും, അതിന്റെ എക്സ്റ്റൻഷൻ കറണ്ട് മെഷർ ചെയ്യുന്ന അമീറ്ററിന്റെയും വോൾട്ട് മീറ്ററിന്റെയും എക്സ്റ്റൻഷൻ പാർട്ടാണ് നമ്മൾ രണ്ടാമതായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു വിഭാഗം. അങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഷണ്ട് കണക്ട് ചെയ്യണോ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണോ, റെസിസ്റ്റൻസ് എങ്ങനെ കണക്ട് ചെയ്യണം, എത്ര റെസിസ്റ്റൻസ് കണക്ട് ചെയ്താലാണ് അത് ഇത്ര റീഡബിൾ ആവുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. മൂന്നാമത്തത് നമുക്ക് കൺട്രോൾ സിസ്റ്റവുമായിട്ട് ചേർന്നിട്ട് ടോർക്കുകളെ സംബന്ധിച്ച്, അതിൽ തന്നെ കൺട്രോളിംഗ് ടോർക്കും ഡാമ്പിംഗ് ടോർക്കും ഒക്കെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ടോർക്ക് ബേസ് ചെയ്തിട്ട് അതിന്റെ ഡാമ്പിംഗ് റേഷ്യോ എങ്ങനെയാണ്, ക്രിട്ടിക്കലി കൺട്രോൾഡ്, ക്രിട്ടിക്കലി ഡാംഡ്, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ്, സീറ്റയുടെ വാല്യൂ, ഇതൊക്കെയാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ നിന്നും നമ്മൾ ചോദിച്ചു കണ്ടിരിക്കുന്ന ഈ ഒരു വിഭാഗത്തിൽ നിന്നും ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ നാലാമത് നമുക്ക് മെഷർ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ്, അതായത് വാട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരാളിനെ നമ്മൾ പരിചയപ്പെടും. അതിൽ 2 വാട്ട് മീറ്റർ മെത്തേഡ് എല്ലാവർക്കും ഫെമിലിയർ ആണ്. 2 വാട്ട് മീറ്റർ മെത്തേഡ്, ആ 2 വാട്ട് മീറ്റർ മെത്തേഡിൽ ഇപ്പൊ 2 വാട്ട് മീറ്റർ ഉണ്ടാവും. ആ 2 വാട്ട് മീറ്ററിന്റെ റീഡിംഗ് അനുസരിച്ച് നമുക്ക് പവർ ഫാക്ടർ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം, പവർ ഫാക്ടർ എത്രയായിരിക്കും, ബിലോ എത്രയായിരിക്കും, 0 to 0.5 ആണോ, 0.5 to 1 ആണോ, പവർ ഫാക്ടർ യൂണിറ്റി ആക്കാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ളതാണ് ലാസ്റ്റ് പോർഷൻ ആയിട്ട്. അങ്ങനെ 4 വിഭാഗത്തിലായിട്ട് അല്ലെങ്കിൽ 4 കാറ്റഗറിയിലായിട്ട് നമുക്ക് ഈ ഹോൾ ടോപ്പിക്കിനെ എന്ത് ചെയ്യാം, നമുക്ക് വിഭജിച്ചെടുക്കാം. അതിൽ ഫസ്റ്റ് കാറ്റഗറിയാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Let us discuss about electrical measurements and instrumentation. As the word implies, measurements is how to measure, that is നമ്മൾ ഒരു ക്വാണ്ടിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യുന്നത്. ഒരു ക്വാണ്ടിറ്റി, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്, ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ആവുന്നത്. ആൻഡ് ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ ദി ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ്. സോ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാണ് നമ്മൾ നോർമലി ഇലക്ട്രിക്കലിൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് കാണാറുള്ളത്? ഫസ്റ്റ് വൺ, യു നോ ദാറ്റ് ഇറ്റ് ഈസ് വോൾട്ടേജ്, അല്ലെ? ഇലക്ട്രിക്കൽ കാര്യം പറയുമ്പോൾ എപ്പോഴും നമുക്ക് അറിവുള്ള ഒരാളാണ് വോൾട്ടേജ്. And you know that the instrument which is measuring voltage is voltmeter, അല്ലെ? വോൾട്ടേജ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് വോൾട്ട്മീറ്റർ. എപ്പോഴും നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ വോൾട്ടേജിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. രണ്ടാമത് നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അമീറ്റർ ആണ്. എന്താണ് അമീറ്റർ? കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസിൽ ആദ്യം വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട്മീറ്റർ, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിൽ അടുത്ത് വരുന്നത് കറണ്ട് ആണ്, കറണ്ട് മെഷർ ചെയ്യാൻ അമീറ്റർ. ഇനി വോൾട്ടേജും കറണ്ടും കൂടെ ചേർന്നിട്ട് നമുക്കറിയാം അടുത്ത ആളാരാണ്? പവർ ആണ്, അല്ലെ? പവർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് വാട്ട് മീറ്റർ. സോ പവർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് വാട്ട് മീറ്റർ. സോ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ. ദെൻ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ദെൻ
വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാല് പവർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ഇനി പവറും ടൈമും കൂടെ ചേർത്ത് നമ്മളുടെ വീട്ടിലൊക്കെ KSEB നമ്മളിപ്പോ KSEB എഴുതാൻ പോവാണ്. അപ്പൊ KSEB മീറ്റർ റീഡിങ്ങിന് ആള് വരും. എന്തായിരിക്കും അവർ മെഷർ ചെയ്യുന്നത്? പവർ ആണോ മെഷർ ചെയ്യുന്നത്? അല്ല, പവർ വിത്ത് ടൈം. അതായത് നമുക്കറിയാം 2 മാസം കൂടുമ്പോഴാണ് ബില്ല് അല്ലെ. പവർ ഇൻറ്റു ടൈം എന്താണ്? എനർജി. എനർജി മെഷർ ചെയ്യുന്നത് എനർജി മീറ്റർ. സോ ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിൽ. ഇനി ഞാൻ എന്തിനാണ് ഈ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് എന്ന് എടുത്തു പറയുന്നത്? ഇവിടെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്നത് ഇലക്ട്രിക്കൽ മെഷർമെന്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഈ പറയുന്ന വോൾട്ടേജ്, കറണ്ട്, ദെൻ വാട്ടേജ് അല്ലെങ്കിൽ പവർ, എനർജി അല്ലെ. ഇത്രയും കാര്യങ്ങളുടെ മെഷർമെന്റ്സ് ആണ് നമുക്ക് ആദ്യത്തെ സെഷനിൽ ഉള്ളത്. ഇനി ഇതൊന്നും കൂടാതെ നമുക്ക് ഇൻസ്ട്രുമെന്റ്സിനെ, അപ്പം ഈ വോൾട്ട് മീറ്ററിനെയും അമീറ്ററിനെയും വാട്ട് മീറ്ററിനെയും എനർജി മീറ്ററിനെയൊക്കെ ഒരു കോമൺ കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അതിനെ വിഭജിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് കാണുന്നത്, അതായത് ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലെ, അത് കാണിച്ചു തരും. ഇനി ഇത് കൂടാതെ നമ്മളൊരു കാറ്റഗറി പഠിച്ചിട്ടുണ്ട്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്. റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്താണ്? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ഒരു ഡ്യൂറേഷനിലുള്ള ക്വാണ്ടിറ്റിയെ അത് എന്ത് ചെയ്ത് വെക്കും? റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലെ. റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ പറയുന്ന എനർജി മീറ്റർ, ഈ എനർജി മീറ്ററിൽ നമ്മളുടെ വീട്ടിൽ എനർജി മീറ്റർ വെച്ചിട്ടുണ്ട്. ആ എനർജി മീറ്ററിൽ അവർ കാണുന്നത് അല്ലെങ്കിൽ അവർ റീഡ് ചെയ്യുന്നത് എന്താണ്? 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച എനർജി, ഇലക്ട്രിക്കൽ എനർജിയുടെ അളവാണ്. സോ ഇത് എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ കൂടാതെ നമുക്ക് ആരുണ്ട്? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് അല്ലെ. അതിന് കൂടാതെ തന്നെ ഈ റെക്കോർഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു വിഭാഗമായിട്ട് തന്നെ നമ്മൾ എന്തെന്ന് പറയാം? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. Integrating instrument. Energy meter is coming under the category of integrating instruments. Maths il namakkariyam endana integration? It is addition, adding continuously alle. Appo 3 type of instruments aanu namakkullathu. First one is ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. അതായത് അപ്പോഴപ്പോഴും കൊടുക്കുന്ന ക്വാണ്ടിറ്റിയെ, ഇവിടെ വോൾട്ട് മീറ്ററും അമീറ്ററും ഒക്കെ എന്താണ്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോഴും കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണ്? ഇപ്പൊ 5 വോൾട്ട് ഒരു വോൾട്ട് മീറ്ററിന് അക്രോസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് 5 വോൾട്ട് ഔട്ട്പുട്ട് കാണിച്ചു തരും അല്ലെ, ഡിഫ്ലക്ട് ചെയ്ത് കാണിച്ചു തരും. ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. ദ മെഷറിംഗ് ക്വാണ്ടിറ്റി വിച്ച് ഈസ് ഗിവൺ ടു ദ ഇൻസ്ട്രുമെന്റ് അറ്റ് ദ പെർട്ടിക്കുലർ ടൈം ഈസ് given as output. That is indicating instrument. ഇനി റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് എന്താണ്? റെക്കോർഡ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ ECG, that is the continuous recording of data. Continuous recording of data that is happening in recording instrument. Time to time recording on. Okay, but in integrating instrument it is not recorded, actually it is added up. 5 എന്ന് പറയുന്ന 5 ആംപിയർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ 5 കൂടെ ചേർത്താൽ അപ്പൊ എത്രയാണ്? ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആഡിംഗ് ദ ക്വാണ്ടിറ്റി. ഓക്കെ, സോ ഹിയർ എനർജി മീറ്റർ is an integrating instrument which adding up the energy which is used continuously. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന എനർജിയെ ആഡഡ് അപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ആര്? എനർജി മീറ്റർ. സോ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എനർജി meter is a type of integrating instrument. As the word implies, it is adding up or the summation instrument. ഓരോ മിനിറ്റിലും എത്ര യൂസ് ചെയ്തു എന്ന് കാണിക്കുന്നതാണ് എനർജി മീറ്റർ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഇലക്ട്രിക്കൽ മെഷർമെന്റ്സിൽ പഠിക്കുന്ന ആൾക്കാര് വോൾട്ട് മീറ്റർ, അമീറ്റർ, വാട്ട് മീറ്റർ, എനർജി മീറ്റർ. അതിൽ വോൾട്ട് മീറ്റർ, അമീറ്റർ, വാട്ട് മീറ്റേഴ്സ് ആർ കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആർ ദ സമ്മിങ് അപ്പ് ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ഇസ് എനർജി മീറ്റർ. ഫോർ എക്സാമ്പിൾ എനർജി മീറ്റർ. ആൻഡ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ് ഇസ് നോട്ട്, ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ ECG ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ബട്ട് ഹിയർ in electrical point of view, recording instrument is not that much
important. Okay, appo idana oru intro. Okay, appo namukku ethrayaan edokka type of instruments undu adu edu category il varunu ennulladana. Ini indicating, restoring, recording, integrating instruments nakke oru principle of operation കാണും അല്ലെ, ഏതെങ്കിലും ഒരു എഫക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആയിട്ട് ഉണ്ടാകും. അതെന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? For measuring electrical quantity or quantifying electrical quantity. And there are energy meters which is integrating type, and the voltmeter, ammeter, wattmeter, etc. is coming under the category of indicating instruments. So that is our intro part. And here the principle of operation of electrical instruments. You know that there are certain effect. അല്ലെ, നമുക്കറിയാം ഒരു ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്ത് നമുക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്ത് കിട്ടുന്നത്. ആൻഡ് യു ഹാവ് ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ലാബില് ഇങ്ങനെ ഒരു ഡയലും അല്ലെ വോൾട്ട് മീറ്ററും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതില് എന്താ ചെയ്യുന്നത്? ഈ ഒരു മെഷറിംഗ്, അതായത് ഇനിഷ്യലി ഇറ്റ് ഈസ് അറ്റ് നൾ പൊസിഷൻ അല്ലെ. ഇനിഷ്യലി ഈ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് എന്തിലായിരിക്കും? നൾ പൊസിഷനിലായിരിക്കും. ആൻഡ് അതിന്റെ ടോർക്ക് വെച്ച് അതൊരു പെർട്ടിക്കുലർ പോയിന്റിൽ വന്നു. സപ്പോസ് ദിസ് ഈസ് ദ ഫൈനൽ പോയിന്റ് അല്ലെ. അപ്പോ അതിന്റെ ഇൻഡിക്കേഷൻ സപ്പോസ് ഇറ്റ് ഈസ് 5 volt, then you can say that it is 5 volt is measured അല്ലെ. 5 volt മെഷർ ചെയ്തു. അപ്പൊ ഇതിന് വേണ്ടുന്ന ടോർക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ കൊടുക്കുന്ന ക്വാണ്ടിറ്റി, അതായത് ഇപ്പം ഇവിടെ ഡയലോ അല്ലെങ്കിൽ ഒരു കോയിലോ ഉണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ഈ കോയിലിനെ എനർജൈസ് ചെയ്യും. ആ എനർജൈസ് ചെയ്യുന്നത് പല എഫക്റ്റിലാണ് ഈ പോയിന്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഈസ് എനർജൈസിങ് ദിസ് കോയിൽ ഓർ സംതിങ് അല്ലെ. ഏതെങ്കിലും ഒരു കോയിലിനെ ഇലക്ട്രിക്കൽ പാർട്ടിനെ അത് എനർജൈസ് ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഓഫ് എനർജി ആക്കി അതിൽ നിന്നാണ് ഈ പോയിന്ററിന് എന്ത് കിട്ടുന്നത്? ഫോഴ്സ് കിട്ടുന്നത് അല്ലെങ്കിൽ ടോർക്ക് കിട്ടുന്നത്. ഇനി അത് ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് അതിന്റെ ഡെപ്തിലുള്ള നോളജ് വേണ്ട, പക്ഷെ ഏത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഏത് മെഷറിംഗ് ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ ക്വാണ്ടിറ്റിയെ പോയിന്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ പോയിന്ററിന് നമുക്ക് ഇൻഡിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് മൂവിംഗ് അയൺ ടൈപ്പ്, നമ്മൾ ലാബിലൊക്കെ പോകുമ്പോൾ AC ഇൻസ്ട്രുമെന്റ്സ് കാണുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത് മൂവിംഗ് അയൺ ടൈപ്പ് ആണ്. ഓക്കെ, ആൻഡ് യു നോ ദാറ്റ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ആർ ഇന്റർചേഞ്ചബിൾ അല്ലെ. അപ്പോ മാഗ്നറ്റിക് എഫക്ട് വെച്ചിട്ടാണ് അവിടെ ഈ പോയിന്ററിലേക്ക് എന്ത് കൊടുക്കുന്നത്? ക്വാണ്ടിറ്റി കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയെ it is converting to magnetic effect, and with that magnetic effect it is given to the pointer or for the indication alle. avada use cheyna effect endana? Magnetic effect, and it is used in DC and AC. Very important. നമ്മളുടെ മിക്ക ക്വസ്റ്റ്യൻസും ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന മിക്ക ക്വസ്റ്റ്യൻസും which are the following type of instrument can be used in dash DC and AC only. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരാളാണ് മൂവിംഗ് അയൺ. നമ്മൾ നോർമലി ലാബിലൊക്കെ കണ്ടുവരുന്നത് മൂവിംഗ് കോയിൽ ടൈപ്പ് ഈസ് മെന്റ് ഫോർ DC ആൻഡ് മൂവിംഗ് അയൺ ടൈപ്പ് ഈസ് മെന്റ് ഫോർ AC. ഇങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. ബട്ട് വെരി ഇമ്പോർട്ടന്റ് എന്താണ്? മൂവിംഗ് അയൺ ടൈപ്പ് MI ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ DC ആസ് വെൽ ആസ് AC. DC-ലും യൂസ് ചെയ്യും, AC-ലും യൂസ് ചെയ്യും. ആൻഡ് ദ പ്രിൻസിപ്പൽ എഫക്ട് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ മാഗ്നറ്റിക് എഫക്ട് ആണ്. വളരെ വളരെ ഷുവർ ആണ് ഈ ഒരു ടേബിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാർക്ക് ഷുവർ ആയിട്ടും ഇവിടുന്ന് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് PMMC, permanent magnet moving coil type. Permanent magnet moving coil type. ഇനി ഇതിനകത്ത് permanent magnet moving coil type യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ ഡൈനാമിക് എഫക്ട്. ഇലക്ട്രോമാഗ്നറ്റിക് അല്ല, ഇലക്ട്രോ ഡൈനാമിക് എഫക്ട്. ആൻഡ് വെരി ഇമ്പോർട്ടന്റ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ DC only. Which of the following is used in DC only? ഏതാണ്? PMMC. All the other type can be used in
AC as well as DC. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യങ്ങളുണ്ട്. ഏറ്റവും ആക്യുറേറ്റ് മെഷർമെന്റ് തരുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? DC മെഷർമെന്റ് തരുന്നത് PMMC type of instrument ആണ്. So PMMC type of instruments is the most accurate instrument. അപ്പം which of the following is most accurate എന്ന് ചോദിച്ചാൽ it is PMMC type as well as which is only used in DC. ഏതാണ്? PMMC, permanent magnet moving coil എന്നുള്ളതാണ്. Okay. Then dynamometer type. Dynamometer type electrodynamic effect തന്നെയാണ് അവിടെയും യൂസ് ചെയ്യുന്നത്. പക്ഷേ DC-ലും AC-ലും അത് യൂസ് ചെയ്യാൻ പറ്റും. Okay. Then induction type, very important. Another important ആളാരാണ്? Induction instruments ആണ്. Induction type എന്ത് എഫക്ട് വെച്ചിട്ടായിരിക്കും? Electromagnetic induction ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. ഈ electromagnetic induction കാരണം നമുക്കറിയാം electromagnetic induction is applicable only to AC. അല്ലെ? അപ്പം ട്രാൻസ്ഫോമർ ഒക്കെ നമ്മൾ പഠിക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് എല്ലാത്തിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിൽ DC മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം അതിനെ AC ആക്കിയതിനു ശേഷമാണ് ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുക. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എഫക്ട് വിച്ച് ഇസ് ഓൺലി യൂസ്ഡ് ഇൻ AC. അപ്പൊ ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് ഓൺലി യൂസ്ഡ് ഇൻ AC ഏതാണ്? ഇൻഡക്ഷൻ ടൈപ്പ്. ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇസ് ഓൺലി യൂസ്ഡ് ഇൻ DC ഏതാണ്? PMMC. ആൻഡ് വിച്ച് ഇസ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ ദ മെഷർമെന്റ് ഓഫ് DC, PMMC. വിച്ച് ഇസ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ ദ മെഷർമെന്റ് ഓഫ് AC, ഇൻഡക്ഷൻ ടൈപ്പ്. ഓക്കെ, അപ്പൊ ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ് ഫോർ ദ മെഷർമെന്റ് of AC. And there are certain instruments known as hot wire instruments. As the name implies, hot wire അല്ലേ? എന്താണ്? hot, heat ആയിട്ടുള്ള wire ആരായിരിക്കും? thermal effect ആയിരിക്കും. Okay, and DC and AC is used. That electrolytic meter, കെമിക്കൽ എഫക്ട് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോളിറ്റിക് മീറ്റർ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് യു ഹാവ് ടു നോ ഇലക്ട്രോളിറ്റിക് മീറ്റർ ഉണ്ട്. DC-യിൽ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്, പക്ഷേ മോസ്റ്റ്ലി നമ്മളത് യൂസ് ചെയ്യാറില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. യു നോ ദാറ്റ് പോയിന്റ് ചാർജ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്ട് തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതും DC-യിലും AC-യിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയുമാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. അപ്പൊ ഈ എന്തിനാണ് ഇവിടെ വരുന്നത്? എന്ത് എഫക്റ്റ് ആണെന്ന് എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ക്വാണ്ടിഫൈ ചെയ്ത് പോയിന്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഏത് എഫക്റ്റ് ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടുള്ള ഡിവിഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ ടേബിൾ പഠിച്ചാൽ ഇവിടുന്ന് ഒരു മാർക്ക് ഷുവർ ആയിട്ടും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇപ്പൊ കുറെ ആയിട്ട് ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. പക്ഷെ ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് നേരത്തെ വരച്ച പോലെ ഇങ്ങനെ ഒരു ഡയലിനകത്ത് പോയിന്റർ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് അവിടെ എത്തും. ഇനി ഈ ട്രാവൽ ചെയ്യാൻ ഈ എഫക്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ടോർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ടോർക്ക് എന്ത് ചെയ്യണം? ഈ ടോർക്ക് ഇവിടെ ഒരു സ്പ്രിങ്, അത് നമുക്ക് ഒരു ക്ലാസ്സിൽ അടുത്ത ഇപ്പം eMeryt ആപ്പിന്റെ കുറെ ലൈവ് ക്ലാസ്സസ് ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളത് മാക്സിമം യൂസ് ചെയ്യുക. ഇതില് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും സ്പ്രിങ്, ഗ്രാവിറ്റി, അങ്ങനെയുള്ള ഏത് എഫക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ മൂവ്മെന്റ് ഒക്കെ നടത്തുന്നതെന്ന് മനസ്സിലാക്കും. ഇതൊരു ബേസ് ക്ലാസ് ആയിട്ട് കണ്ടാൽ മതി. ഹിയർ ദ ഇൻഡിക്കേറ്റിംഗ് വാല്യൂ, അതായത് ഈ പോയിന്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനും എന്ത് വേണം? നമ്മുടെ ന്യൂട്ടന്റെ പ്രിൻസിപ്പിൾ എന്ത് വേണം? ഫോഴ്സ് വേണം അല്ലെ? അപ്പൊ ഫോഴ്സ് എവിടുന്നാണ് അല്ലെങ്കിൽ ടോർക്ക് എങ്ങനെയാ, ഏതൊക്കെ ടൈപ്പ് ടോർക്ക് ഉണ്ട് അല്ലെ? ഈ ടോർക്ക് ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈപ്പ് ഓഫ് എസെൻഷ്യൽ ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ടോർക്കാണ്. എസെൻഷ്യാലിറ്റി ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഈസ് ടോർക്ക്. അതായത് നമ്മൾ ഈ പഠിച്ച എഫക്റ്റ് ഒക്കെ ഈ പോയിന്ററിന് കിട്ടിക്കഴിയുമ്പോൾ ആ പോയിന്റർ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം അല്ലെ? ഈ പോയിന്റർ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. അപ്പൊ ഈ പോയിന്റർ മൂവ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഡിഫ്ലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടോർക്ക്, that is known as deflecting torque. അതായത് പോയിന്റ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തിലേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫ്ലക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൺട്രോളിംഗ് ടോർക്ക്. വാട്ട് ഈസ് കൺട്രോളിംഗ് ടോർക്ക്? അതായത് ഇതിനെ ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തിട്ട് ഈ അറ്റത്ത് എന്നിട്ട് വീണ്ടും അങ്ങോട്ട് പോകരുത് അല്ലെ? ഒരു വാല്യൂ ഉണ്ടാവും. സപ്പോസ് വി ആർ ഗിവിംഗ് 5 ആംപിയർ. 5 ആംപിയറിന് അപ്പുറത്തേക്ക് അത് പോകാൻ പാടില്ല. സോ അറ്റ് ദാറ്റ് 5 ആംപിയർ ഇറ്റ് ഹാസ് ടു മേക്ക് സം കൺട്രോൾ അല്ലെ? അവിടെ ചെന്നിട്ട് അത് എന്ത് ചെയ്യണം? കൺട്രോളബിൾ ആയിരിക്കണം. അതിന് യൂസ് ചെയ്യുന്ന റിസ്റ്റോറിംഗ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയും. അപ്പം ഒരു
ആള് എന്ത് ചെയ്യാൻ സഹായിക്കും? ഡിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കും. അതിന്റെ കൺട്രോള് അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് വേണം? റീസ്റ്റോറിംഗ് ടോർക്ക് വേണം അല്ലെ? എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓപ്പറേറ്റിംഗ് ടോർക്ക് ഹാസ് എ റീസ്റ്റോറിംഗ് ടോർക്ക് വിച്ച് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ അല്ലെ? എപ്പോഴും ഡിഫ്ലക്ട് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഈക്വൽ ആണെങ്കിൽ മാത്രമേ when TC equal to TD അല്ലെങ്കിൽ ഡിഫ്ലെക്റ്റിംഗ് ടോർക്ക് ഈക്വൽ ടു കൺട്രോളിംഗ് ടോർക്ക്, അപ്പോഴാണ് അത് എന്ത് കിട്ടുന്നത്? നമുക്ക് മെഷർമെന്റ് കിട്ടുന്നത്. അതായത് ഈ പോയിന്റർ ഇവിടെ വന്ന് നിക്കണം അല്ലെ? നിക്കാൻ ആര് വേണം? റീസ്റ്റോറിംഗ് ടോർക്ക് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക്. ഡിഫ്ലക്ട് ചെയ്യാൻ ഡിഫ്ലെക്റ്റിംഗ് ടോർക്ക്, അതിനെ അവിടെ നിർത്താൻ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ നടത്താൻ when TD equal to TC കൺട്രോളിംഗ് ടോർക്കിന് ഈക്വൽ ആവുമ്പോഴാണ് എന്ത് വരുന്നത്? ഈ ഒരു പൊസിഷൻ വരുന്നത് അല്ലെങ്കിൽ നമുക്ക് മെഷർമെന്റ്സ് കിട്ടുന്നത്. ഇനി ഇതിനെ ഡാമ്പിംഗ് ടോർക്ക്, വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ഡാമ്പിംഗ്? ഈ സാധനം അതായത് പോയിന്റർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലാബില് ഇങ്ങനെ കിടന്ന് ആടും അല്ലെ? ആടാൻ പാടില്ല എന്ന് നമ്മൾ പറയും. സ്റ്റേഷനറി ആയിട്ട് നിൽക്കണം, സ്റ്റഡി ആയിട്ട് നിൽക്കണം. ആ സ്റ്റഡി ആയിട്ട് പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ എത്ര നേരം കൊണ്ട് അത് സ്റ്റഡി ആവുന്നോ അതിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഡാമ്പിങ്ങിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്പ്രിംഗ് വെച്ചിട്ട്, ഗ്രാവിറ്റി വെച്ചിട്ട്, അതിനുള്ള നമുക്ക് എയർ വെച്ചിട്ട് അല്ലെ? അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടൈപ്സ് ഓഫ് ഡാമ്പിംഗ്. ആൻഡ് ഹിയർ the damping is there which ആ ഒരു പോയിന്ററിനെ ആ സ്ഥലത്ത് വളരെ സ്റ്റേഷനറി ആക്കി നിർത്താൻ സഹായിക്കുന്നത് ആരാണ്? ഡാമ്പിംഗ് ടോർക്ക് ആണ്. ഓക്കെ, അപ്പം ഒരു ടോർക്ക് ഓപ്പറേറ്റിംഗ് ടോർക്ക് ഡിഫ്ലക്ട് ചെയ്യാൻ സഹായിക്കും. അതിനെ കറക്റ്റ് വാല്യൂയിൽ കൊണ്ട് നിർത്താൻ കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്, റീസ്റ്റോറിംഗ് ടോർക്ക് ഉണ്ട്. ആ വാല്യൂയിൽ സ്റ്റേഷനറി ആയിട്ട് നിർത്താൻ ആര് വേണം? ഡാമ്പിംഗ് ടോർക്ക് വേണം. അപ്പൊ മൂന്നാളിനെയും ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയാണെങ്കിൽ എളുപ്പമാണ്. And these three torques are known as essential of this instruments. Then നമുക്ക് ഇതൊരു ചെറിയൊരു ഇൻട്രോ പാർട്ടാണ്. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മുൻകാല ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും ഒരാൾ പഠിക്കാതെ ഇരുന്നാൽ AC only എന്ന് എഴുതും അല്ലെ? മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഇൻ AC as well as DC. Which is the type of instrument used in DC only? It is PMMC. Which is the type of instrument used in AC only? It is induction type. Other than all instruments, moving iron instruments are used in DC as well as AC. So this is the answer. So moving iron instrument is used in DC and AC. പക്ഷെ നമ്മൾ നോർമലി AC എന്ന് പറയും, പക്ഷെ അത് തെറ്റാണ്. DC-യിലും AC-യിലും. അപ്പം വെറുതെ ആ ഒരു ടേബിളിൽ നിന്ന് തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ? ഒരു മാർക്ക് ഷുവർ. ഫോർ മെഷറിംഗ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ടോർക്ക് റിക്വയർഡ് ഈസ്, വളരെ സിമ്പിൾ അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു മെഷർമെന്റ്സിന് ഏതൊക്കെ ടോർക്ക് വേണം? ഡിഫ്ലക്റ്റിംഗ് വേണം, അതായത് ഓപ്പറേറ്റിംഗ് വേണം, കൺട്രോളിംഗ് വേണം. TC equal to TD ആവുമ്പോഴേ നമുക്കത് കൺട്രോൾ ചെയ്തിട്ട് അതിന്റെ വാല്യൂ കിട്ടുള്ളൂ, ഇൻഡിക്കേഷൻ കിട്ടുള്ളൂ. ദെൻ മൂന്നാമത്തത് ഡാമ്പിംഗ്, അവിടെ പിടിച്ചു നിർത്താൻ ആരെ വേണം? ഡാമ്പിംഗ് ടോർക്ക് വേണം. ഇനി ഈ ഡാമ്പിംഗ് ടോർക്കിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് അല്ലെങ്കിൽ ഒരു സപ്ലൈ പോവാണ്, പെട്ടെന്ന് ഇതിനെ തിരിച്ച് പൊസിഷനിലേക്ക് വരുത്താനും ആര് വേണം? ഡാമ്പിംഗ് വേണം. സോ മൂന്ന് ടൈപ്പ് ഓഫ് ടോർക്ക്, ഓൾ ദ എബോവ് ഈസ് ദ എസെൻഷ്യലിറ്റി ഓഫ് measuring instruments. So you can say that for measuring indicating instruments, torque required is all the above. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മുന്നേ 2013-ലെയും അതിനു മുന്നിലും ആയിട്ടുള്ള സബ് എഞ്ചിനീയർ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, എ PMMC instrument will read dash quantity DC only. വെറുതെ കറക്കി പറയാം DC only. And which is the ഏറ്റവും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള DC മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഏതാണ്? PMMC. അതും ഓർത്തു വെച്ചിരിക്കുക. AC മെഷറിംഗിന്റെ ആക്യുറേറ്റ് ഇൻസ്ട്രുമെന്റ് ഇൻഡക്ഷൻ ടൈപ്പ്. Then a moving coil instrument can be used to measure. Okay, low frequency AC, DC only, AC and DC only, high frequency AC. നിങ്ങൾക്കറിയാം മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ഈസ് മെഷറിംഗ് DC only. നമ്മളുടെ PMMC പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിലിനെയാണ് എന്തെന്ന് പറയുന്നത്? മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. So it is measuring for DC only.
Then, which of the following instrument cannot be used for both AC and DC? ഇങ്ങനെയും ചോദിക്കാം. AC-ലും DC-ലും യൂസ് ചെയ്യാൻ പറ്റാത്തത്. Dynamometer type. നമ്മൾ നേരത്തെ കണ്ട ചാർട്ടിൽ കണ്ടു. Dynamometer type is both used in AC and DC. Hot wire. അല്ലെ, തെർമൽ എഫക്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അത് ഏതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? DC-ലും AC-ലും യൂസ് ചെയ്യുന്നുണ്ട്. നേരത്തെയുള്ള ക്വസ്റ്റ്യനിലും കണ്ടു. മൂവിംഗ് അയൺ. മൂവിംഗ് അയൺ is also used in DC and AC. Induction type. Induction type is not used in DC. It can be only used in AC because electromagnetic induction is the principle. So induction type ആണ് ഇവിടെ answer. ഇനി suppose they are asking induction type is not used in DC. Why? എന്തുകൊണ്ടാണ്? It is used because the principle of operation is electromagnetic induction. Induction is applicable in AC only. So induction type instrument is the answer here. A wattmeter can be used on AC only. Okay, നമുക്ക് wattmeter ഒന്നും നമ്മൾ ഇപ്പൊ നോക്കുന്നില്ല. ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും AC-യിൽ മാത്രം യൂസ് ചെയ്യുന്നത് കണ്ണു അടച്ചെഴുതാം. ആരാണ്? ഇൻഡക്ഷൻ ടൈപ്പ്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഡൈനാമോമീറ്റർ ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് ആയാലും കമ്മ്യൂട്ടേറ്റർ ടൈപ്പ് ആയാലും ബാക്കി എല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? AC-ലും DC-ലും യൂസ് ചെയ്യുന്നുണ്ട്. ഓൺലി ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് can be used in AC only. Next question. Generally, a voltmeter measure. Voltmeter എന്ത് വാല്യൂ ആണ് തരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? സോ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് തരുന്നത്. ആവറേജ് വാല്യൂ ആണോ തരുന്നത്? RMS വാല്യൂ ആണോ തരുന്നത്? മാക്സിമം വാല്യൂ ആണോ തരുന്നത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഇവിടെയുള്ള ആൻസർ? ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണെന്ന് അറിയണം. Then RMS value, average value, maximum value എന്താണെന്ന് അറിയണം. ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ AC ഫണ്ടമെന്റൽസിന്റെ ബേസിക് ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഇത് ബേസ് ക്ലാസ് ആണ്, ബേസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കാണാം. ഇനി ജനറലി എ വോൾട്ട്മീറ്റർ, വോൾട്ട്മീറ്റർ അല്ല ഏത് ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും AC മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ് തരുന്നത്? RMS വാല്യൂ. ഇപ്പൊ നമ്മളോട് പറയാണ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 100 വോൾട്ട്. ഓക്കെ, 100 വോൾട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആരാണിത്? 100 വോൾട്ട് ഈസ് RMS വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് VT എന്നും പറഞ്ഞ് നമ്മൾ മെഷർ ചെയ്യും. VT ഈസ് ഈക്വൽ ടു 100 sin 314t. ഇവിടെ 100 ആരാണ്? മാക്സിമം വാല്യൂ. ഓക്കെ, ഈ തന്നിരിക്കുന്നത് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. സോ ഇതൊക്കെ നമുക്ക് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, AC-യിൽ എപ്പോഴും എന്ത് മെഷറിംഗ് ആണ് നമ്മൾ നോർമലി കാണിക്കുക? RMS വാല്യൂ. അപ്പം ഇതോടുകൂടി ഈ ഒരു ചെറിയ സെഷൻ, ഒരു ബേസ് സെക്ഷൻ ആണ്, നിർത്തുകയാണ് ഇവിടെ. ഇനി വീണ്ടും നമുക്ക് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് ഇതിപ്പോ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഡെപ്തിലേക്ക്, അതായത് മെഷറിംഗിന്റെ ഏത് ടൈപ്പ് ഓഫ് ടോർക്കിൽ എന്ത് ടൈപ്പ് ഓഫ് ഗ്രാവിറ്റി ഇതാണോ കൺട്രോൾ ആണോ യൂസ് ചെയ്യുന്നത്, സ്പ്രിംഗ് കൺട്രോൾ ആണോ യൂസ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് കൺട്രോൾ, ടൈപ്സ് ഓഫ് ഡാമ്പിംഗ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. കൂടാതെ വാട്ട് മീറ്റർ, എക്സ്റ്റൻഷൻ ഓഫ് അമീറ്റർ, എക്സ്റ്റൻഷൻ ഓഫ് വോൾട്ട് മീറ്റർ, ഇതൊക്കെ ആയിരിക്കും അടുത്ത ക്ലാസ്സുകളിൽ. വീണ്ടും കാണാം. ഗുഡ് ബൈ.